ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം കാണുന്ന ആ ഒരു 100 പേർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു ഈ വീഡിയോ ചെയ്യുന്നത്. ഐ നോ മൈ യൂട്യൂബ് ചാനൽ ഈസ് ഡെഡ് ബട്ട് സ്റ്റിൽ ഐ എം വ്ളോഗിങ് ബിക്കോസ് ഐ ലവ് ഇറ്റ്. പക്ഷെ ഞാൻ മറന്നു, വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാൻ മറന്നു. സോ ഐ തോട്ട് ഐ അഗെയിൻ ട്രൈ ടു ഡു ഓൾമോസ്റ്റ് എ ഡെയിലി വ്ളോഗിങ് വേറെ ഞാൻ പൊതുവെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുന്നത് വ്ളോഗ് ചെയ്യുമ്പോഴാണ്. എനിക്ക് വ്ളോഗ് ചെയ്യാൻ തോന്നുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യും. സോ ഐ തോട്ട് ഐ ഡു സംതിങ് ലൈക്ക് ദാറ്റ്. അതേപോലെ ഞാൻ ഡെയിലി എത്ര ജോലി ചെയ്യുന്നുണ്ട്, എത്രത്തോളം മടിച്ചാണെന്ന് മോണിറ്റർ ചെയ്യാനും വ്ളോഗിങ് നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സൺഡേ ആണ്. അപ്പോൾ ഇന്ന് ഒരു ഷൂട്ടുണ്ട്. ഇന്ന് 2 വീഡിയോ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ ഒരെണ്ണം പല കാരണങ്ങൾ കാരണം ക്യാൻസലായിപ്പോയി. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ ഷൂട്ടിന് പോയിട്ട് ബാക്കി എന്തൊക്കെ ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ച് വന്നിട്ടൊരു വീഡിയോ ചെയ്യണം എന്നുണ്ട്. പക്ഷേ ഐ എം നോട്ട് ഷുവർ ബിക്കോസ് എനിക്ക് പീരിയഡ്സിൻ്റെ വയറുവേദന എടുക്കുന്നു. അപ്പോൾ ചിലപ്പോൾ ഞാൻ മടിക്കും. പക്ഷേ അമ്മ ബോട്ടെന്ന് വെച്ചാൽ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അത് അറിയാം, എഴുതി വെച്ചേക്കുന്നുണ്ടായിരിക്കും. ആടല്ലേ ഗോട്ട്? ആടല്ല, അത് പണ്ടത്തെ കാലത്ത്, ഞങ്ങളുടെ കാലത്തായിരുന്നു ഗോട്ട് എന്ന് പറഞ്ഞ ആട്. ഇന്നത്തെ ജനറേഷൻ അതല്ല. ശരിക്കും ഗോട്ട് ആരാന്നറിയാമോ? എന്തായാലും ഞാനല്ല. ഇതാണ് ഗോട്ട് എന്ന് പറയുന്നത്. കൊള്ളൂലെന്ന് കേട്ടു സിനിമ പറയുന്നത്. ഞാൻ എന്ത് വാങ്ങിച്ചാലും ഈവിളയായി പോകുന്നതാണ്. ഞാൻ ഇന്ന് എത്ര ഈവിളായി സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് സ്പോട്ട് ചെയ്യായിരുന്നു അമ്മ. അധികമൊന്നുമില്ല, 50-60 ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആരായണം. എൻ്റെ ആഗ്രഹമാണത്. പക്ഷെ അത്രയൊന്നും ഇല്ല എനിക്ക്. ഹൗ ഐ വിഷ് ഞാൻ ഇത് 2 കൂടെ മേടിച്ചിരുന്നെങ്കിൽ. ആൻഡ് ഐ ഹാവ് സം കൈൻഡ് ഓഫ് ഒബ്സഷൻ ഫോർ ഈവിളൈസ്. എൻ്റെ എല്ലാ സാധനങ്ങളിലും കുറേ ഈവിളൈ പരിപാടിയാണ് കാണിച്ചത്. ആൻഡ് എൻ ഈവിളൈ പെൻഡൻറ്റ്. ഇത് ആക്ച്വലി എനിക്ക് എൻ്റെ ചേട്ടൻ ഗിഫ്റ്റ് ചെയ്തത്. ആൻഡ് ഇറ്റ്സ് റിയലി സ്പെഷ്യൽ ഫോർ മീ. ഈവൻ ഹാവ് എ ഈവിളൈ റഗ്. ഈവിളൈ പെയിൻറ്റ്, വീണ്ടും ഈവിളൈ. നന്ദൻകോട് 2 വീഡിയോ ഉണ്ട്, പക്ഷേ എനിക്ക് ഒരു മൂഡും ഇല്ല. ആദ്യം 12 മണി പറഞ്ഞു, പിന്നെ ഞാൻ 12:30 പറഞ്ഞു, പിന്നെ 1:30 പറഞ്ഞു. ഇപ്പോൾ അത് ഓൾറെഡി 1:30 ആയി. ഇപ്പോഴാണ് ഞാൻ പോകുന്നത്. പിന്നെ എന്താ ഒരു വൈബ് വരുന്നില്ല. മിക്കവാറും ഞാൻ മഴയത്ത് പെടും എന്നാണ് തോന്നുന്നത്. വാഹനം ഇതാണ്ട് ആ സ്കൂട്ടറിലാണ് പോകുന്നത്. ഐ ഷോ യു സംതിങ്. ഇത് കണ്ടോ? ഇതെന്താണെന്നറിയാമോ? ഇതാണ് എൻ്റെ എയർപോർട്ട്. ഇത് കുറേ സാധനങ്ങൾ എൻ്റെ ഉണ്ട്. ആൻഡ് ഐ ബി ഡൂയിങ് എ ഇൻസ്റ്റാഗ്രാം വീഡിയോ വിത്ത് ഓൾ ദ പൂക്കി തിങ്സ് ദാറ്റ് ഐ ഹാവ്. ആൻഡ് എല്ലാ ഫോൺ ആക്സസറീസും ഞാൻ എൻ്റെ സ്വന്തം ചേട്ടൻ്റെ ബ്രാൻഡായ ആപ്പിൾ മിഷനിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. സോ ഹി ഹാസ് സം റിയലി ക്യൂട്ട് ഇങ്ങനത്തെ എയർപോർട്ട് കവേഴ്സ്, ഫോൺ ചാർജറില്ലേ, ചാർജർ കവേഴ്സ്, കേബിളിൻ്റെ സാധനങ്ങൾ, കേബിൾ പ്രൊട്ടക്റ്റർ, ആപ്പ്, പിന്നെ ചാംസ്. ഐ ഡോണ്ട് നോ ഇഫ് യു ക്യാൻ സീ ദിസ്. എൻ്റെ ഫോണിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇങ്ങനത്തെ ചാംസ് ഉണ്ട്. അത് ഫോൺ ചാംസ് ആണ്. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഐ വിൽ ഷോ യു വൺ ഡേ. ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞു, നമുക്ക് സെക്കൻഡ് വീഡിയോ എടുക്കാൻ പോകും. അങ്ങനെയാണ് നമ്മുടെ ഷൂട്ടൊക്കെ സെറ്റ് ചെയ്യാറ്. ക്യാമറേൻ്റെ ഫോണിൽ പോയി അറിഞ്ഞിടാത്ത പോലെ. ആക്ച്വലി ഇതൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. ആൻഡ് ഐ ഓൾസോ ഹാവ് എ പ്രൊഡക്ഷൻ കമ്പനി. ഞാൻ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്തതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, കൊച്ചി പോലെയല്ല, ഇവിടെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇവിടെ വേറെ പ്രൊഡക്ഷൻ കമ്പനീസ് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഹെൽപ്പ് ചെയ്ത് വർക്ക് ചെയ്യാൻ. സോ ദേ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം വിത്ത് മീ ഹാവിങ് ലൈക്ക് വേറെ ക്ലയൻറ്റ്സ്. അങ്ങനെ ഒരാൾക്കും ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ വേറെയും ഇപ്പം എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഫോബ്സ്. ഹി ഓൾസോ ഡസ് ദ സെയിം തിങ് ആസ് മീ. പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് കൊടുത്ത് നമ്മൾ വർക്ക് ചെയ്യാറുണ്ട്. സോ വി ഡോണ്ട് ഹാവ് എ ഗ്രഡ്ജ്. ആൻഡ് ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ് അബൌട്ട് വർക്കിംഗ് ഇൻ ട്രിവാൻഡ്രം. ഞാൻ തിരിച്ചു പോകണ്ടായിരുന്നു. ഇറ്റ്സ് ഓൾ ട്രൂ. എവിടെ കയറിയിരിക്കുന്നേ? ഇറങ്ങ. ഇല്ല, അവിടെ കിടക്കൂല. ആറ് ഓ നമ്മള് ഗണ്ണായിട്ട് പോവുകയാണ്. അവിടെ ചുറ്റുണ്ട് എൻ്റെ പുതിയ അവിടെ വെച്ചാ. വീടില്ല. ആ വെയിറ്റ് ചെയ്യാം. ഓ വെച്ചോ. എങ്ങനെ ബ്രോ?
ബോട്ടിൽ വീണ്. നമ്മുടെ ടെറസിൽ നോക്കിയാൽ കാണുന്നൊരു വീടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് രസമുള്ള വീടാണ്. നോക്കിയാൽ കളറൊക്കെ. എനിക്ക് എൻ്റെ വീട് ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇത് ആക്ച്വലി റെൻറ്റഡ് വീടാണ്. ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പക്ഷേ ഹോം ടൂർ ചെയ്താൽ കള്ളന്മാർ കയറുമെന്ന് എനിക്ക് ഭയങ്കര പേടിയാണ്. ശ്വാസം മുട്ടുന്നു. എന്ത് കഴിക്കാൻ വെയിറ്റ് ചെയ്യാം? കട്ട്ലറ്റ്. അപ്പോൾ ഇപ്പം കയറ്റി ചെയ്താൽ ഇത് എത്ര? ഒരു ബിസ്ക്കറ്റ്. പിന്നെന്തുവായിരുന്നു? ബൺ മസ്ക, അര ബൺ മസ്ക, എഗ് പപ്സ്, ഒരു എഗ് പപ്സ്. അത് അത്രേ ഉള്ളൂ. ഇടാനാണ് വീഡിയോ എടുക്കുന്നതെന്നോ? പിന്നെ ചുമ്മാ എടുത്ത് നമുക്ക് കാണാമെന്ന്. എന്തിനാ മറ്റുള്ളവരെ കാണിക്കുന്നു? ചുമ്മാ മറ്റുള്ളവരെ കാണിച്ച് ഞാൻ വൈറലാക്കാൻ നോക്കാം. എൻ്റെ വീഡിയോ 100 പേരെ കാണാറുള്ളൂ. അതൊരു 1000 പേരാകണം. വയറിന് എന്നെ ഇട്ടിട്ട് നീ 1000 പേരെ ഇറക്കണ്ട. അമ്മയുടെ വയറിട്ടിട്ടാണ് വൈറലാകുന്നത്. വേണ്ട, എൻ്റെ വയറിട്ടിട്ട് വയറിലാവണ്ട. കാന്താരിയാണ്. കൊള്ളാമോ? ഇല്ലല്ലേ. അമ്മ എന്നെ എപ്പോഴും കളിയാക്കുന്നൊരു കാര്യം, ഞാൻ ഈ ചാരു സീരിയൽ ഇങ്ങനെ രാവിലെ തൊട്ടിരിക്കുന്നു. ആൻഡ് ദിസ് ഈസ് ദി ബെസ്റ്റ് തിങ് ദാറ്റ് ഐ ലവ് ടു ഡു. ഈ ചാരു സീരിയൽ ഇങ്ങനെ ഇരുന്ന് TV കാണുക. പണ്ട് ഞാൻ ഭയങ്കരമായിട്ട് TV കാണുമായിരുന്നു. പിന്നെ ഞാൻ TV ആണ്, നമ്മൾ ഫോൺ അഡിക്ട്സ് ആയതിനു ശേഷം TV കാണുന്ന പരിപാടി കുറഞ്ഞു. ഇപ്പോൾ വീണ്ടും ഞാനിങ്ങനെ ഓരോ വെബ് സീരീസും ഓരോ ചാത്തൻ റിയാലിറ്റി ഷോസൊക്കെ കാണുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഹോബി ഇപ്പോഴത്തെ. ആസ് ഇൻ ഞാൻ ദ ട്രൈബ്, പിന്നെ ട്രേറ്റേഴ്സ്, പിന്നെ ബ്ലിങ്ക്, ദുബായ് ബ്ലിങ്ക്, ഫാൻറ്റാസ്റ്റിക് ലൈഫ്സ് ഓഫ് ബോളിവുഡ് വൈഫ്സ്, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഞാൻ ഇരുന്ന് കാണുന്നത്. ആൻഡ് സം കൈൻഡ് ഓഫ് ഒരു സന്തോഷം ഐ ഗെറ്റ് ഫ്രം വാച്ചിങ് ദീസ് ഷോസ്. അപ്പം എനിവേസ്, അപ്പോൾ ഈ ഒരു ചാരു സീരിയലാണ് എൻ്റെ ഇപ്പോഴത്തെ സേഫ് സോൺ. ആൻഡ് ആഫ്റ്റർ എ ലോങ് ഡേ വിച്ച് വാസ് വെരി നൈസ് ഓൾസോ. സോ ആഫ്റ്റർ എ ലോങ് ഡേ ഞാൻ ഇവിടെ വന്ന് ഫ്ലാറ്റായി. ഇനി ഞാനിവിടെ ഇരുന്നിട്ട് ദ ട്രൈബ് കാണുകയാണ്. ആൻഡ് ദെൻ ഐ വിൽ ജസ്റ്റ് ഗോ ആൻഡ് സ്ലീപ്പ്. So this is the show. And you both just get